welcome to yet another class of Jolly's Tutorials. ഇന്ന് നമ്മൾ ഫിസിക്സിനകത്ത് നമ്മളുടെ ആദ്യത്തെ ചാപ്റ്റർ പഠിക്കാൻ പോകുന്നത് ദാറ്റ്സ് ചാപ്റ്റർ 10 വിച്ച് ഈസ് ലൈറ്റ് റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ. ഈ ചാപ്റ്ററിൻ്റെ ഹെഡിങ്ങിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും നമ്മൾ ലൈറ്റിൻ്റെ കുറേ പ്രോപ്പർട്ടീസും കുറേ ഫിനോമിനൻസും ഇതിനകത്ത് പഠിക്കാൻ പോകുന്നത്. മെയിൻലി ഈ ചാപ്റ്ററിനകത്ത് രണ്ട് ടോപ്പിക്സാണ് നമ്മൾ കവർ ചെയ്യുന്നത്. ഒന്ന് റിഫ്ലക്ഷനും മറ്റേത് റിഫ്രാക്ഷനും. ഇതിനകത്തോട്ട് കൂടുതൽ പോകുന്നതിന് മുമ്പ് ഫസ്റ്റ് ഇവരൊരു ചെറിയ ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട്, ലൈറ്റ് എങ്ങനെ ട്രാവൽ ചെയ്യുന്നത്, അതിൻ്റെ ചെറിയ ചെറിയ പ്രോപ്പർട്ടീസിനെ കുറിച്ചൊക്കെ. അപ്പോൾ മെയിൻലി നമ്മളുടെ സയൻറ്റിസ്റ്റുകൾ കണ്ടുപിടിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ ലൈറ്റ് ഒരു സ്ട്രേറ്റ് ലൈനിൽ കൂടെയാണ് മൂവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുന്ന ഒരു സ്ട്രേറ്റ് പാത്തിൽ കൂടെയാണ്. കാരണം ഇങ്ങനെ വളഞ്ഞൊരു ട്യൂബിനകത്തൂടെ ഒരു ട്യൂബ് വെച്ചിട്ട് ഈ സൈഡിൽ ഹോളിൽ നമ്മളൊരു ക്യാൻഡിലും ഇവിടെ നിന്ന് നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് ആ ലൈറ്റോ ആ ക്യാൻഡിലോ കാണാൻ പറ്റത്തില്ല എന്നാണ് എക്സ്പെരിമെൻറ്റിൽ കൂടെ അവർ തെളിയിച്ചേക്കുന്നത്. പക്ഷെ അതിന് പകരം ഒരു സ്ട്രേറ്റ് ആയിട്ടുള്ളൊരു പൈപ്പ് വെക്കുന്നെങ്കിൽ നമുക്കത് നേരിട്ട് കാണാൻ പറ്റും. ബിക്കോസ് ലൈറ്റ് ട്രാവൽസ് ത്രൂ സ്ട്രേറ്റ് പാത്ത് എന്നാണ് അവർ പറയുന്നത്. അതാണ് ആദ്യത്തെ ഒരു മെയിൻ ലൈറ്റിൻ്റെ പ്രോപ്പർട്ടി ആയിട്ട് ഇതിനകത്ത് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മൾ എങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഒബ്ജക്ട്സ് ഒക്കെ കാണാൻ പറ്റുന്നത്. അതായത് രാവിലെ ആണെങ്കിൽ സൺലൈറ്റ് വന്നിട്ട് നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റും. ഇരുട്ട് മുറിയിലാണെങ്കിൽ നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല. പക്ഷെ എവിടെയെങ്കിലും ഒരു ലൈറ്റ് ഉണ്ടെങ്കിൽ പിന്നെയും നമുക്ക് ഒബ്ജക്ട്സിനെയൊക്കെ കാണാൻ പറ്റും. അതെന്തുകൊണ്ടാണെന്നാണ് അടുത്ത അവർ ആ ഇൻട്രൊഡക്ഷനകത്ത് അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതെന്താ കാര്യം എന്ന് വെച്ചാൽ ഇപ്പം ആ ലൈറ്റിൻ്റെ റേസ് ഞാൻ പറഞ്ഞല്ലോ, റേസ് എന്നാണ് അവർ പറയുന്നത്, ലൈറ്റ് റേസ്. ഇത് സ്ട്രേറ്റ് ലൈനിൽ കൂടെ മൂവ് ചെയ്യും. ലൈറ്റിൻ്റെ റേസ് സ്ട്രേറ്റ് ലൈനിൽ കൂടെ മൂവ് ചെയ്യത്തുള്ളൂ. അന്നേരം ഏതെങ്കിലും ഒബ്ജക്റ്റ് ഇവിടെ ഇരിപ്പുണ്ടെന്ന് വിചാരിക്കും. ഇതാണ് നമ്മളുടെ ഒബ്ജക്റ്റ്. ഈ ലൈറ്റ് റേസ് ഇവിടെ നിന്ന് ലൈറ്റ് വരിക, ഈ ലൈറ്റ് റേസ് ഇങ്ങനെ വന്ന് ഈ ഒബ്ജക്റ്റിൽ തട്ടുമ്പം, ഒരു പോയിന്റ് തട്ടുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ ലൈറ്റ് റേസ് ഇത് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഒബ്ജക്ട്സിൽ വന്ന് വീഴുന്ന ലൈറ്റ് റേസ് ഇത് റിഫ്ലക്റ്റ് ചെയ്യും. ഈ റിഫ്ലക്റ്റ് ചെയ്യുന്ന റേസ് നമ്മളുടെ വി റിസീവ് ദീസ് റിഫ്ലക്റ്റഡ് റേസ്. ഈ റിഫ്ലക്റ്റ് ചെയ്യുന്ന റേസ് നമ്മളുടെ ഐസ് റിസീവ് ചെയ്യും. അപ്പോൾ അത് റിസീവ് ചെയ്ത് കഴിയുമ്പം ഈ വരുന്ന ലൈറ്റ് റേസ് കാരണമാണ് നമുക്ക് ഈ ഒബ്ജക്ട്സ് ഒക്കെ കാണാൻ പറ്റുന്നത്. ഈ ഒരു കൺസെപ്റ്റാണ് അവർ പിന്നെ നമ്മുടെ ഇൻട്രൊഡക്ഷനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പിന്നെ അപ്പോൾ രണ്ട് കൺസെപ്റ്റ്സ് ആയി കഴിഞ്ഞു. ഒന്ന്, നമ്മൾ എങ്ങനെയാണ് ഒബ്ജക്ട്സ് കാണാൻ പറ്റുന്നത്, ലൈറ്റ് റേസ് വന്ന ആ ഒബ്ജക്റ്റിനിട്ട് തട്ടി അത് റിഫ്ലക്റ്റ് ചെയ്യുന്ന ആ റേ, നെക്സ്റ്റ് റിഫ്ലക്റ്റഡ് റേ നമ്മളുടെ കണ്ണിൽ വന്ന് കണ്ണ് റിസീവ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഒബ്ജക്ട്സ് കാണാൻ പറ്റുന്നത്. രണ്ടാമത്തെ പോയിന്റ്, ലൈറ്റ് ട്രാവൽസ് ത്രൂ സ്ട്രേറ്റ് ലൈൻസ് എന്നാണ് നമ്മളെ അടുത്തത് പഠിപ്പിക്കുന്നത്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പിന്നെ മുമ്പോട്ട് നമ്മളുടെ സയൻസ് ആൻഡ് ടെക്നോളജി ഒക്കെ അഡ്വാൻസ്ഡ് ആയപ്പോൾ നമ്മൾ കണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ലൈറ്റ് സ്ട്രേറ്റ് ലൈനിൽ കൂടെ മാത്രമല്ല ട്രാവൽ ചെയ്യുന്നത്, പിന്നെ അതിന് പാർട്ടിക്കിൾ പ്രോപ്പർട്ടീസ് ഉണ്ട്. അങ്ങനെ കുറേ നമ്മുടെ ഫിസിക്സിനകത്ത് അഡ്വാൻസ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ ഹയർ ക്ലാസ്സസിനകത്താണ് അതൊക്കെ കൂടുതലായിട്ട് പഠിക്കുന്നത്. പക്ഷേ ഈ ഒരു ചാപ്റ്ററിൽ, ഈ ഒരു ലെവലിൽ, ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് ലൈറ്റ് സ്ട്രേറ്റ് പാത്തിൽ കൂടെ, സ്ട്രേറ്റ് ലൈൻസിൽ കൂടെയാണ് ലൈറ്റ് റേസ് ട്രാവൽ ചെയ്യുന്നതെന്നാണ്. പക്ഷേ ഇവിടെ നമ്മളുടെ ഈ ബുക്കിനകത്ത് അവർ മോർ ടു നോ എന്ന് പറഞ്ഞൊരു കോളത്തിനകത്ത് ഡിഫ്രാക്ഷൻ എന്ന് പറഞ്ഞ ലൈറ്റിൻ്റെ ഒരു ഫിനോമിനൻ, ദിസ് ഇസ് എ ഫിനോമിനൻ ഓഫ് ലൈറ്റ്, ഇതിനെക്കുറിച്ച് അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇതെന്താണെന്ന് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇപ്പം നമ്മളുടെ ലൈറ്റ് റേസ് ഇങ്ങനെ ട്രാവൽ ചെയ്യുകയാണെന്ന് വെക്കുക, സ്ട്രേറ്റ് പാത്തിൽ കൂടെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഇവിടെ ഒരു കുഞ്ഞ് ഒബ്സ്റ്റക്കിൾ വന്നു. ദിസ് ഇസ് ആൻ ഒബ്സ്റ്റക്കിൾ. ആൻഡ് ഈ ഒരു ഒപേക്ക് ഒബ്സ്റ്റക്കിൾ ഇത് ട്രാൻസ്പെറൻ്റ് അല്ല. ഇപ്പം ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു മീഡിയം ആണെങ്കിൽ അതിനകത്തൂടെ ലൈറ്റ് റേസ് പാസ് ചെയ്ത് പോകും, സ്ട്രേറ്റ് ലൈനിൽ തന്നെ പോകും. പക്ഷേ ഇതൊരു ഒപേക്ക് ഒബ്സ്റ്റക്കിൾ. ഒപേക്ക് എന്ന് വെച്ചാൽ ഇപ്പം ഫോർ എക്സാമ്പിൾ വുഡ്, അങ്ങനെ എന്തെങ്കിലും കട്ടിയായിട്ടുള്ള ട്രാൻസ്പെറൻ്റ് അല്ലാത്ത ഒപേക്ക് ഒബ്സ്റ്റക്കിൾ ആണ് നിങ്ങൾക്ക്. അങ്ങനെയാണെങ്കിൽ ഈ ഡിഫ്രാക്ഷൻ എന്ന് പറയുന്ന ഒരു ഫിനോമിനകത്ത് അവർ പറയുന്നത് ഇങ്ങനെ, ഇവിടെ ഇതൊരു കുഞ്ഞൊരു ഒപേക്ക് ഒബ്സ്റ്റക്കിൾ ആണെങ്കിൽ ലൈറ്റ് ഇത് കൂടെ ബെൻഡ് ചെയ്തിട്ട് ഇതിൻ്റെ ട്രാവലിംഗ് കണ്ടിന്യൂ ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ബെൻഡ് ചെയ്യുന്ന ഈ ഫിനോമിനൻ ഉണ്ടല്ലോ,
ഈ ബെൻഡ് ചെയ്യുന്ന ഫിനോമിനൻ എന്ന് പറയുന്ന പേരാണ് ഡിഫ്രാക്ഷൻ. ദിസ് ഫിനോമിനൻ ഓഫ് ലൈറ്റ് ഇസ് നോൺ ആസ് ഡിഫ്രാക്ഷൻ. അപ്പം ഇത്രയുമേ ഉള്ളൂ നമ്മളുടെ ഇൻട്രൊഡക്ഷനകത്തും പിന്നെ മോട്ടറിനകത്തും അവർ മെയിൻലി പറയുന്ന കാര്യങ്ങൾ. ഈ ഡിഫ്രാക്ഷനെ കുറിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു എന്നേ ഉള്ളൂ. അത് വലിയ കാര്യമായിട്ട് നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അത് എന്താണെന്നൊന്ന് അറിഞ്ഞിരിക്കണം. കാരണം എങ്ങാനും MCQ അത് ചോദിക്കുകയാണെങ്കിൽ 1 വേർഡായിട്ട് വല്ലതും ചോദിക്കാൻ ചിലപ്പം ചാൻസ് ഉണ്ട്. അപ്പം more precisely we can say that if an opaque object on path of light becomes very small, the light has the tendency to bend around it. ആ ഒപ്പേക്ക് ആയിട്ടുള്ള ഓബ്സ്റ്റിക്കിളിൻ്റെ ചുറ്റിനും ലൈറ്റിന് ബെൻഡ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. എന്നിട്ട് ആ ബെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ആ സ്ട്രേറ്റ് ലൈനിൽ കൂടെ തന്നെ പാസ് ചെയ്യും. അതിനാണ് നമ്മൾ ഡിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മളുടെ മെയിൻ ആയിട്ടുള്ള ടോപ്പിക്, ഫസ്റ്റ് ടോപ്പിക്കിലോട്ട് നമുക്ക് പോകാം. റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് നമ്മൾ നേരത്തെ ഈ കൺസെപ്റ്റ് ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. 9th നമ്മൾ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റിനകത്ത് നമ്മൾ മെയിൻലി അതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് നമ്മൾ ആദ്യം പഠിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ലോസ് ഓഫ് റിഫ്ലക്ഷൻ. മെയിൻലി പറയുവാണെങ്കിൽ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞ ഈ ഫിനോമിനന് 2 മെയിൻ ലോസ് അല്ലെങ്കിൽ 2 മെയിൻ റൂളുണ്ട്. ഈ റൂൾസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ എന്താ പറയുന്നത് വേർഡ്സിൽ ഞാൻ കറക്റ്റായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള വേർഡ്സിൽ ഞാൻ പറയുന്നില്ല. അത് നിങ്ങൾക്ക് തരുന്ന നോട്ട്സിനകത്തുണ്ട്. പക്ഷേ ഇത് ഞാൻ സിമ്പിൾ ഇക്വേഷനായിട്ട് പറയാം. ആംഗിൾ I ഈക്വൽ ടു ആംഗിൾ R. പിന്നെ സെക്കൻഡ് വൺ, the incident ray, the normal to the surface at the point of incidence, and the reflected ray. These all lies in the same plane. ഇത് നിങ്ങൾക്ക് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലാന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മൾ 9th ഇതിൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ പഠിച്ചിട്ടുള്ളത്. പക്ഷെ ഇപ്പോൾ ഒരു റീകോൾ പോലെ ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. ഇതൊരു റിഫ്ലക്റ്റിംഗ് സർഫസ് ആണെന്ന് വെക്കും. അതായത് ഇതിൻ്റെ സോളിഡ് പാർട്ട് ഇതാണ്. ഇതിൻ്റെ ഈ ലൈനിൻ്റെ ഈ സൈഡാണ് ഇതിൻ്റെ റിഫ്ലക്റ്റിംഗ് പാർട്ട്. അപ്പം ഇവിടെ ഒരു ലൈറ്റ് സോഴ്സ് ഉണ്ട്. ഈ ലൈറ്റ് സോഴ്സിൽ നിന്ന് ഒരു റേ വരുവാണ്. ഓക്കെ, there's a ray coming at this and striking the reflecting surface at this point. ഈ റിഫ്ലക്റ്റിംഗ് സർഫസിൻ്റെ ഈ ഒരു പോയിന്റിൽ ഇങ്ങനെ ഇവിടെ നിന്നൊരു റേ വന്ന് ഈ ഒരു പോയിന്റിൽ തട്ടി. സോ റിഫ്ലക്റ്റിംഗ് സർഫസ് എന്ന് വെച്ചാൽ എന്താ, ഒരു ലൈറ്റ് റേ വന്ന് ഏതെങ്കിലും ഒരു പോയിന്റ് ആ സർഫസിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ വന്ന് മുട്ടിയാൽ അത് റിഫ്ലക്റ്റ് ചെയ്യും. അതാണ്, അതായത് ബൗൺസ് ബാക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഈ ഒരു പോയിന്റിൽ വന്ന് ഇത് മുട്ടുമ്പോൾ എന്ത് പറ്റും, ഒബ്വിയസ്ലി ഇത് റിഫ്ലക്റ്റ് ചെയ്യും. So this is the incident ray and this is the reflected ray. ഈ ഒരു പോയിന്റിലെ ഈ പോയിന്റിന് പറയുന്ന പേരാണ് പോയിന്റ് ഓഫ് ഇൻസിഡൻസ്. പോയിന്റ് ഓഫ് ഇൻസിഡൻസ്. ഈ ഒരു പോയിന്റിന് നോർമൽ ആയിട്ട് ഒരു ലൈൻ നമ്മൾ വരയ്ക്കുക. നോർമൽ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം പെർപെൻഡിക്കുലർ എന്നാണ്. പെർപെൻഡിക്കുലർ. സോ പെർപെൻഡിക്കുലർ എന്ന് വെച്ചാൽ 90 ഡിഗ്രി ആംഗിളിൽ, അതായത് ഏതെങ്കിലും ഒരു സർഫസിൽ നമ്മളൊരു ലൈൻ വരയ്ക്കുക. എന്നിട്ട് ഈ ലൈനും ഈ സർഫസും തമ്മിൽ 90 ഡിഗ്രി ആംഗിൾ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം ഇതൊരു പെർപെൻഡിക്കുലർ ലൈനാണെന്ന്. അപ്പോൾ ആ പെർപെൻഡിക്കുലർ ലൈൻ നമ്മൾ പറയുന്ന ഫിസിക്സിലൊക്കെ മെയിൻലി യൂസ് ചെയ്യുന്ന വേറൊരു വേർഡാണ് നോർമൽ എന്ന് പറയുന്നത്. അപ്പം ദിസ് ഇസ് ദ നോർമൽ. എന്തിന് നോർമൽ? നോർമൽ ടു ദ പോയിന്റ് ഓഫ് ഇൻസിഡൻസ്. ഇനി നോക്കൂ, ഈ ഇൻസിഡന്റ് റേയും നോർമലും തമ്മിലൊരു ആംഗിൾ ഉണ്ടാക്കുന്നില്ലേ, ഈ ആംഗിൾ
ഇതിനെയാണ് നമ്മൾ ആംഗിൾ ഐ എന്ന് പറയുന്നത്, സ്മോൾ ലെറ്റർ ഐ. ഇനി റിഫ്ലക്റ്റഡ് റേയും നോർമലും തമ്മിൽ ഇങ്ങനെ വേറൊരു ആംഗിൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ, ഈ ആംഗിളിനെ നമ്മൾ പറയുന്നതാണ് ആംഗിൾ ആർ, which is represented by the small letter r. നമ്മളുടെ ലോ അനുസരിച്ച് നമ്മളുടെ ഫസ്റ്റ് ലോ എന്താണെന്ന് വെച്ചാൽ ഈ ആംഗിൾ ഐയും ഈ ആംഗിൾ ആറും ഈക്വൽ ആണെന്ന്. ഓക്കെ, എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഒരു 30 ഡിഗ്രി ആണെങ്കിൽ ഇത് ഒരു 30 ഡിഗ്രിയിൽ തന്നെ ഇത് റിഫ്ലക്ഷൻ നടക്കത്തുള്ളൂ. അതാണ് നമ്മളുടെ ഫസ്റ്റ് ലോ ഓഫ് റിഫ്ലക്ഷൻ. സെക്കൻഡ് ലോ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഈ ഇൻസിഡൻറ്റ് റേ, നോർമൽ, റിഫ്ലക്റ്റഡ് റേ, ഈ 3 ലൈൻസും ഉണ്ടല്ലോ, ഈ 3 ലൈൻസും ഒരേ പ്ലെയിനിൽ തന്നെയാണ് കിടക്കുന്നത്. ഓൾ ലൈസ് ഇൻ ദ സെയിം പ്ലെയിൻ. ഇനി പ്ലെയിൻ എന്താണെന്നൊന്ന് പറഞ്ഞുതരാം. ഇത് നമ്മളുടെ എക്സ്, വൈ, സെഡ് ലൈൻസ് ആണ് നോക്കുന്നത്. അപ്പം ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, എക്സ് ലൈനും ഇത് ഇങ്ങോട്ട് പോവേ, ഇത് എക്സ് ഡാഷ്, ഇത് വൈ ഡാഷ്, ഇത് ഇങ്ങോട്ട് പോകുന്നത് സെഡ് ഡാഷ്. അപ്പോൾ ഇതിപ്പം കൺസിഡർ ചെയ്യണ്ട, യു ജസ്റ്റ് തിങ്ക് അബൌട്ട് ഓൺലി ദീസ് 3 കോർഡിനേറ്റ്സ്, മീൻസ് ഓൺലി ദീസ് 3 ലൈൻസ്. ഇതിനെ കാർട്ടീഷ്യൻ പ്ലെയിൻ എന്നൊക്കെയാണ് നമ്മൾ നോർമലി പറയുന്നത്. അപ്പം ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ എക്സും വൈയും ലൈനും കൂടെ ചേർന്നുണ്ടാകുന്ന ഇത്രയും ഈ ഭാഗം, ഇതിനെയാണ് നമ്മൾ എക്സ് വൈ പ്ലെയിൻ എന്ന് പറയുന്നത്, എക്സ് വൈ പ്ലെയിൻ. പിന്നെ ദിസ് വൺ, സെഡും വൈയും കൂടെ ചേർന്നുണ്ടാകുന്ന ഈ പാർട്ട് ഇങ്ങോട്ട്, ഇത് മുഴുവൻ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യും, ഇതും ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യും, ഇൻഫിനിറ്റ് ആയിട്ട് ഇത് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതിനാണ് നമ്മൾ പറയുന്നത് വൈ സെഡ് പ്ലെയിൻ, വൈ സെഡ് പ്ലെയിൻ. ഇനി മൂന്നാമത്തെ ഒരെണ്ണം കൂടെ ഉണ്ട്, സെഡ് ആക്സിസും എക്സ് ആക്സിസും കൂടെ ചേർന്നുണ്ടാകുന്ന എക്സ് സെഡ് പ്ലെയിൻ. ഓക്കെ, അപ്പൊ ഇത് 3 ഡിഫറെന്റ് പ്ലെയിൻ ആണ്. അപ്പം ഇതൊരു പ്ലെയിൻ, ഇത് രണ്ടാമത്തെ പ്ലെയിൻ, ഇത് മൂന്നാമത്തെ പ്ലെയിൻ. നമ്മളുടെ തേർഡ് ലോ ഓഫ് റിഫ്ലക്ഷൻ അനുസരിച്ച് ഈ ഐ ആർ, നോർമൽ, ആർ ആർ, ഇൻസിഡന്റ് റേ, നോർമൽ, റിഫ്ലക്റ്റഡ് റേ, ഇത് 3ഉം ഒരു പ്ലെയിനകത്ത് എപ്പോഴും ദിസ് ഓൾവേസ് ലൈസ് ഇൻ എ സെയിം പ്ലെയിൻ എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ 3ഉം എക്സ് വൈ പ്ലെയിനകത്തായിരിക്കും, അല്ലെങ്കിൽ 3ഉം വൈ സെഡ് പ്ലെയിനകത്തായിരിക്കും, അല്ലെങ്കിൽ 3ഉം എക്സ് സെഡ് പ്ലെയിനകത്തായിരിക്കും. ഇതല്ലാതെ ഒരെണ്ണം എക്സ് വൈക്കകത്ത്, ഒരെണ്ണം വൈ സെഡിനകത്ത്, ഒരെണ്ണം വൈ സെഡിനകത്ത് അങ്ങനെ വരത്തില്ല, 3ഉം ഒറ്റ പ്ലെയിനകത്ത് വരത്തും. ഓക്കെ, സോ നെക്സ്റ്റ് ടോപ്പിക് ഇസ് പ്രോപ്പർട്ടീസ് ഓഫ് ഇമേജ് ഫോംഡ് ബൈ എ പ്ലെയിൻ മിറർ. ഇത് ആക്ച്വലി പറഞ്ഞാൽ നമ്മളുടെ ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്ന ടോപ്പിക് ഒന്നുമല്ല, ഇത് ആക്ച്വലി ഒരു റീകോളാണ്. അന്നേരം പ്ലെയിൻ മിറർ എന്ന് പറയുമ്പോൾ നമ്മൾ യൂഷ്വലി നമ്മൾ നോക്കുന്ന കണ്ണാടിയില്ലേ, അതാണ് സംഭവം. അതിൻ്റെ സർഫസ് ഫ്ലാറ്റ് ആയിട്ട്, അതിനകത്ത് കേർവ് ഒന്നുമില്ല. അതിൻ്റെ പ്രോപ്പർട്ടീസ് ആണ് നമ്മളൊന്ന് നോക്കാൻ പോകുന്നത്. ഇറ്റ്സ് ഓൾവേസ് വെർച്വൽ ആൻഡ് ഇറക്റ്റ്. ഓക്കെ, വെർച്വൽ ആൻഡ് ഇറക്റ്റ്, ഇത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാമോ എന്ന് എനിക്ക് അറിയാൻ മേല. സോ ഇതിൻ്റെ ഞാൻ കാര്യം ആദ്യം എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നമുക്ക് 2 ടൈപ്സ് ഓഫ് ഇമേജസ് ഉണ്ട്. ഒന്നെങ്കിൽ അത് വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അത് റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിരിക്കും. ഈ ടേംസ് ആയിരിക്കും ഒരുമിച്ച് വരുന്നത്. വെർച്വൽ ആൻഡ് ഇറക്റ്റ്, റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിരിക്കും എപ്പോഴും നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് ഒരുമിച്ച് വരാൻ പോകുന്ന 2 പെയർസ് ഓഫ് വേർഡ്സ്. വെർച്വൽ എന്ന് വെച്ചാൽ എന്താണ്, ആദ്യം റിയൽ എന്താണെന്ന് പറഞ്ഞുതരാം. റിയൽ ഇമേജ് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു കോൺകേവ് മിറർ, കോൺവെക്സ് മിറർ ആൻഡ് ലെൻസ്, അതൊക്കെ നമ്മൾ ഇനിയും പഠിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. പക്ഷെ അങ്ങനെ ഒരു മിറർ ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുക, അതൊരു ടൈപ്പ് ഓഫ് മിററാണ്. അപ്പം ആ മിറർ യൂസ് ചെയ്തിട്ട് നമ്മളൊരു ഒബ്ജക്റ്റ് ഫോം ചെയ്യാൻ നോക്കുക. അപ്പം ആ ഒബ്ജക്ട്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് റിയൽ ഇമേജ് ആയിരിക്കും. റിയൽ ഇമേജ് എന്ന് പറയുമ്പം ആ ഇമേജ് നമ്മൾ നേക്കഡ് ആയി വെച്ച് നമുക്ക് അല്ലെങ്കിൽ അത് ഏതെങ്കിലും ഒരു സർഫസിൽ, അല്ലെങ്കിൽ നമുക്കത് കറക്റ്റ് ആ മിററിൽ നമുക്കത് കാണാൻ പറ്റത്തില്ല. പകരം ആ മിററിൽ കാണാൻ പറ്റാതെ അത് നമുക്കൊരു സ്ക്രീനിലാണ് കാണാൻ പറ്റുന്നത്.
ഇപ്പം നമ്മളുടെ കണ്ണാടി, ഞാനിപ്പോൾ ഈ പറയുന്ന പ്രോപ്പർട്ടീസ് പ്ലെയിൻ മിററിൻ്റെ, അപ്പം നമ്മളുടെ കണ്ണാടിയിൽ നമ്മൾ പോയി നോക്കിയാൽ ആ കണ്ണാടിയിൽ തന്നെ നമുക്ക് നമ്മുടെ ഇമേജ് കാണാൻ പറ്റും. പക്ഷേ അതുകൊണ്ടാണ് ആ കണ്ണാടിയിൽ തന്നെ ആ ഇമേജ് കാണാൻ പറ്റുന്നതുകൊണ്ടാണ് അതിനെ വെർച്വൽ ഇമേജ് എന്ന് പറയുന്നത്. പക്ഷേ വേറെ ടൈപ്പ് ഓഫ് മിറേഴ്സ് ഉണ്ട്. ചില മിറേഴ്സ് അത് ഫോം ചെയ്യുന്ന ഇമേജ് നമുക്കൊരു സ്ക്രീൻ, ഒരു പലകയുടെ ഒക്കെ സ്ക്രീൻ, ഇങ്ങനെ വുഡിൻ്റെ സ്ക്രീന് ഇങ്ങനെ ഇരിക്കും. അപ്പം ഈ സ്ക്രീൻ നമ്മൾ യൂസ് ചെയ്ത് ഇങ്ങനെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്ത്, മിറർ ഇവിടെ ആയിരിക്കും, പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്ത് ഈ സ്ക്രീനിലാണ് നമുക്ക് ആ ഇമേജ് കിട്ടാൻ പോകുന്നത്. മിററിൽ കാണാൻ പറ്റില്ല, ഈ സ്ക്രീനിൽ ഇമേജ് കിട്ടും. അപ്പം അങ്ങനത്തെ ഇമേജിനെയാണ് നമ്മൾ റിയൽ ഇമേജ് എന്ന് പറയുന്നത്. അപ്പം അതാണ് റിയൽ ഇമേജ്. ഇനി വെർച്വൽ ഇമേജ്. വെർച്വൽ ഇമേജ് എന്ന് വെച്ചാൽ നമ്മളുടെ ആ മിററിൽ തന്നെ, അല്ലെങ്കിൽ മിററിൻ്റെ ബിഹൈൻഡിൽ നമുക്ക് ഇമേജ് കിട്ടും. അതൊരു പോയിന്റ് ആയിരുന്നു റിയൽ ഇമേജിൻ്റെ പറയേണ്ടത്. റിയൽ ഇമേജിനകത്ത് ഇപ്പം മിറർ ഇവിടെയാണ്, നമുക്ക് മിറർ ഇവിടെയാണ്, നമ്മളുടെ മിറർ ഇവിടെയാണെങ്കിൽ മിററിൻ്റെ ഫ്രണ്ട് സൈഡിലായിരിക്കും നമുക്ക് ഇമേജ് കിട്ടുന്നത്. അതും എവിടെയാണ് കിട്ടുന്നത്? ഒരു സ്ക്രീനിലാണ് നമുക്ക് ഇമേജ് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഇങ്ങനത്തെ ഇമേജിനെയാണ് നമ്മൾ റിയൽ ഇമേജ് എന്ന് പറയുന്നത്. പക്ഷെ വെർച്വൽ ഇമേജ് മിറർ ഇവിടെയാണെങ്കിൽ നമ്മളുടെ മിററിൻ്റെ ബാക്ക് സൈഡിലാണ് നമുക്ക് ഇമേജ് കിട്ടുന്നത്. പക്ഷെ അത് കിട്ടാനായിട്ട് നമുക്ക് സ്ക്രീൻ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അപ്പം വെർച്വൽ ഇമേജ് അതിൻ്റെ ബാക്ക് സൈഡിലായിരിക്കും. റിയൽ ഇമേജ് എന്ന് പറയുന്ന മിററിൻ്റെ ഫ്രണ്ട് സൈഡിലായിരിക്കും നമുക്ക് ആ ഇമേജ് കിട്ടുന്നത്. അപ്പോൾ അതാണ് ഒന്ന് വെർച്വലും ഒന്ന് റിയൽ ഇമേജ്. അപ്പം പ്ലെയിൻ മിററിനകത്ത് നമുക്ക് വെർച്വൽ ഇമേജാണ് കിട്ടുന്നത്, കാരണം ആ മിററിൻ്റെ ബിഹൈൻഡിലാണ് ഇമേജ് ഫോം ചെയ്യുന്നത് എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷെ നമുക്ക് ആ പ്ലെയിൻ മിററിൽ തന്നെ നമുക്ക് ഇമേജ് കാണാനും പറ്റും. ഇനി അടുത്ത കൺസെപ്റ്റ്, അപ്പോൾ ഇത് വെർച്വൽ ആൻഡ് റിയൽ ഇമേജിനെ കുറിച്ച് ഇപ്പം ഞാൻ പറഞ്ഞത്. ഇനി ഇറക്റ്റഡ് ആൻഡ് ഇൻവേർട്ടഡ് ആൻഡ് ഇറക്റ്റ് ഇമേജ്. ഇറക്റ്റ് ഇമേജ് എന്ന് പറയുമ്പം അതിൻ്റെ അർത്ഥം, ഇപ്പം നമ്മൾ മിററിൻ്റെ ഫ്രണ്ടിൽ പോയി നിൽക്കുകയാണെങ്കിൽ നമ്മളെ ഇങ്ങനെ തന്നെ, അതായത് തല മണ്ടയിലും കാല് താഴെയായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പം അങ്ങനത്തെ ഇമേജിനാണ് ഇറക്റ്റ് ഇമേജ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇത് AB ഒബ്ജക്റ്റ് ഇതാണെങ്കിൽ ഇവിടെ മിറർ, ഇവിടെ നമുക്ക് ഇമേജ് കിട്ടുന്നത് A', B'. അതായത് ഈ AB എങ്ങനെയാണോ അങ്ങനെ തന്നെ ആയിരിക്കും നമ്മളുടെ ഇമേജും. ഇത് ഇമേജ്. ഓക്കെ, സോ ഇതിനെയാണ് നമ്മൾ ഇറക്റ്റ് ഇമേജ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇമേജ് എങ്ങനെയാണോ അങ്ങനെ തന്നെ ഹെഡ് മണ്ടയിലും ടോ താഴെയായിട്ട് നമുക്ക് ഇമേജിനകത്തും കിട്ടും. അതാണ് ഇറക്റ്റ് ഇമേജ്. ഇനി ഇൻവേർട്ടഡ് ഇമേജ് എന്താണെന്ന് നോക്കാം. ഇൻവേർട്ടഡ് ഇമേജ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഇത് ഇങ്ങനെ തന്നെ നമ്മളുടെ ഒബ്ജക്റ്റ് AB, നമ്മളുടെ മിറർ, പക്ഷേ ഇവിടെ ഒരു സ്മോൾ ചേഞ്ചേ ഉള്ളൂ. അതായത് ഇത് AB ആയിട്ടാണെങ്കിൽ ഇത് നേരെ തിരിച്ചു വരും ഇമേജ് A', B'. എന്ന് വെച്ചാൽ ഇൻവേർട്ടഡ് ഇമേജ് എന്ന് പറയുമ്പം ഞാൻ നേരെ നിൽക്കുക, പക്ഷേ എൻ്റെ ഇമേജിനകത്ത് ഞാൻ തലതിരിഞ്ഞ് നിൽക്കുന്ന പോലെ വരും. അതായത് തല താഴെയും കാല് മുകളിലായിട്ടും വരും. അങ്ങനത്തെ ഇമേജിനാണ് ഇൻവേർട്ടഡ് ഇമേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ടൈപ്സ് ഓഫ് ഇമേജിനെ കുറിച്ച് ഒന്ന് ചെറിയതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണമായിരുന്നു. സോ നമ്മളുടെ ഫസ്റ്റ് പ്രോപ്പർട്ടി, the image formed by a plane mirror is always, എപ്പോഴും it would be virtual and erect. എപ്പോഴും അത് ബിഹൈൻഡ് ദ മിറർ ആയിരിക്കും ഇമേജ് ഫോം ചെയ്യുന്നത്. കൂടാതെ സ്ട്രെയിറ്റ് ആയിട്ട്, അതായത് തലമണ്ടയിലും കാല് താഴെയായിട്ട് ഇറക്റ്റ് ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അടുത്ത പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇത് നമ്മളുടെ പ്ലെയിൻ മിറർ ആണെന്ന് വെക്കും. പ്ലെയിൻ മിറർ, ഇവിടെ ഒരു ഒബ്ജക്റ്റ് നിൽക്കുക. വീണ്ടും ഞാൻ AB തന്നെ യൂസ് ചെയ്യുക. ഇവിടെ ഒരു ഒബ്ജക്റ്റ് AB നിൽക്കുക, അതിൻ്റെ സൈസ് ഇത്രയുണ്ട്. ലെറ്റ് ദിസ് ബി 2 സെൻറ്റിമീറ്റർ ഹൈറ്റ്. ഓക്കെ, ഈ ഹൈറ്റിൽ. അപ്പം നമുക്ക് ഇവിടെ കിട്ടാൻ പോകുന്ന ഇമേജ് A', B', ഇതിൻ്റെയും ഹൈറ്റ് സെയിം തന്നെ ആയിരിക്കും, 2 സെൻറ്റിമീറ്റർ. കാരണം the size of the image formed by a plane mirror is equal to the size of the object. ഒബ്ജക്റ്റ് എത്ര വലുതാണോ അത്രയും തന്നെ സൈസ് ഉണ്ടായിരിക്കും.
ഇമേജിനകത്തും അത് നമ്മൾ സാധാരണ കണ്ണാടി പോയി നോക്കുന്ന കാര്യം തന്നെ നിങ്ങൾ ഓർത്താൽ മതി. നമ്മളുടെ സൈസ് എന്താണ് അത് തന്നെയല്ല നമ്മൾ കണ്ണാടിയിലെ ഇമേജിനും കാണുന്നത്. അതിനകത്ത് ഒരു വ്യത്യാസം, അതായത് വലുതും ആവുന്നില്ല ചെറുതും ആവുന്നില്ല. സോ ആ സെയിം സൈസിൽ തന്നെയായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. അതാണ് നമ്മുടെ പ്രോപ്പർട്ടി നമ്പർ 2. പ്രോപ്പർട്ടി നമ്പർ 3, മിററിൽ നിന്ന് ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ഇത്രയും ഡിസ്റ്റൻസ്, മിററിൽ നിന്ന് ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ്. ഇപ്പം ഇതെന്റെ മിറർ ആണെന്ന് വിചാരിക്കും. ഞാൻ ഈ മിററിൽ നിന്ന് ഇത്രയും ഡിസ്റ്റൻസിലാണ് ഞാൻ മൂവ് ചെയ്ത് നിൽക്കുന്നത്. ലെറ്റ് ദിസ് ബി 1 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്? നമ്മളുടെ ഇതിനകത്ത് ഇത് ഇച്ചിരി ഡിസ്റ്റൻസ് കൂടുതലാണ്, കുറയ്ക്കാതെ. നമുക്കപ്പം ദിസ് വുഡ് ബി 2 സെന്റിമീറ്റർ. നമുക്ക് കാണാൻ പറ്റുന്ന ഇമേജും മിററിൽ നിന്ന് 1 സെന്റിമീറ്റർ പുറകിലോട്ട് മാറി നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇന്ന് പോയി എല്ലാവരും ഒന്ന് കണ്ണാടിയിൽ ഇതൊന്ന് എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കണം. മിററിന്റെ അടുത്ത് പോയും മിററിന്റെ പുറകിലോട്ട് പോയും അപ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മളുടെ ഇമേജും പെട്ടെന്ന് അടുത്തോട്ട് വരുന്നതായിട്ടും പുറകോട്ട് വരുന്നതായിട്ടും ഒക്കെ നമുക്ക് തോന്നും. സോ ഡിസ്റ്റൻസ്, ഈ മിററിൽ നിന്ന് ഡിസ്റ്റൻസ് എത്ര ഡിസ്റ്റൻസിലാണ് നമ്മളുടെ ഒബ്ജക്റ്റ് നിൽക്കുന്നത്, അത്രയും ഡിസ്റ്റൻസ് പുറകോട്ട് തന്നെ നമ്മളുടെ ഇമേജും നിൽക്കും. ഈ ഡിസ്റ്റൻസും സെയിം ആയിരിക്കും. അതാണ് നമ്മളുടെ തേർഡ് പ്രോപ്പർട്ടി. ഇനി അടുത്ത ലാസ്റ്റ് പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ചാൽ ദ ഇമേജ് വുഡ് ബി ലാറ്ററലി ഇൻവേർട്ടഡ്. ലാറ്ററലി ഇൻവേർട്ടഡ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഇതെൻ്റെ മിറർ ആണ്. നിനക്ക് ഞാൻ മിററിൻ്റെ അടുത്ത് ഇവിടെ നിൽക്കുക. ആൻഡ് ഇഫ് ഐ ആം ദിസ് വുഡ് ബി മൈ ലെഫ്റ്റ് ഹാൻഡ്, ദിസ് ഈസ് മൈ ലെഫ്റ്റ് ഹാൻഡ്. ഓക്കെ, ഞാൻ ഈ ലെഫ്റ്റ് ഹാൻഡ് പൊക്കുക, എൻ്റെ ലെഫ്റ്റ് ഹാൻഡ്. പക്ഷെ ഇമേജിൽ എന്ത് വരുമെന്ന് അറിയാമോ? എൻ്റെ ഇമേജ് ഇതാ, ഇമേജിൽ ഞാൻ റൈറ്റ് ഹാൻഡ് പൊക്കുന്ന പോലെ നമുക്ക് തോന്നത്തുള്ളൂ. അതായത് ഞാൻ മിററിൻ്റെ ഫ്രണ്ടിൽ പോയിട്ട് എൻ്റെ ലെഫ്റ്റ് ഹാൻഡ് പൊക്കുകയാണെങ്കിൽ എൻ്റെ ഇമേജ് പക്ഷേ റൈറ്റ് ഹാൻഡ് ആയിരിക്കും പൊക്കുന്നത്. ഓക്കെ, ഇമേജിൻ്റെ റൈറ്റ് ഹാൻഡ് പൊക്കുന്ന പോലെ നമുക്ക് തോന്നും. അതിനെയാണ് ലാറ്ററലി ഇൻവേർട്ടഡ്, ലാറ്ററൽ ഇൻവേർഷൻ എന്ന ഫിനോമിനൻ്റെ പേര്. അപ്പം the image would be laterally inverted. So these are the 4 properties of the image formed by a plane mirror.